നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ കില്ലറെ ഏർപ്പാടാക്കിയത് ജാസ്മിന്റെ കെയർ ഓഫിലല്ലേ? അവളുടെ സുഹൃത്ത് വഴിയല്ലേ കില്ലറെ അറേഞ്ച് ചെയ്തത്? അതെ, ജാസ്മിൻ അവളുടെ ഫ്രണ്ട് വഴി അത് ചെയ്തേ. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാടാ പേടിക്കുന്നത്? എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നേ? ആ കൊലയാളിയുമായിട്ട് ഞാനോ നീയോ ഫോണിൽ സംസാരിച്ചിട്ടില്ല, ഉണ്ടോ? സംസാരിച്ചത് മുഴുവൻ ജാസ്മിന്റെ ഫ്രണ്ടും. എടാ, അതുകൊണ്ട് വിശാൽ ആ ഫോണിലെ കോൾ ലിസ്റ്റ് പരിശോധിച്ചാലും പിടിക്കപ്പെടുന്നത് ജാസ്മിന്റെ സുഹൃത്തായിരിക്കില്ലേ? വിശാല് ജാസ്മിന്റെ സുഹൃത്തിനെ പിടികൂടട്ടെ. അയാളെ പിടികൂടിയാലും അയാൾക്ക് നമ്മളെ അറിയില്ലല്ലോ. അയാളെ ചോദ്യം ചെയ്താ പറയാൻ പോകുന്നതോ ജാസ്മിന്റെ പേരും. നമ്മുടെ പേര് ഇതുമായി ബന്ധപ്പെട്ട് എവിടെയും വരില്ല. അതുകൊണ്ട് നീ ഒന്ന് സമാധാനമായിട്ടിരിക്കണ്ടേ മോനെ. അത് ശരിയാണല്ലോ. ഇപ്പോഴെനിക്ക് സമാധാനമായത്. വെറുതെ ടെൻഷൻ അടിച്ചു. പ്രതാപ, എന്ത് ക്രൈമും നമുക്ക് ചെയ്യാം, പക്ഷേ തെളിവുകൾ അത് അവശേഷിപ്പിക്കരുത്. പ്രഭാവതി ഇന്നുവരെ ചെയ്ത ഒരു ചതിക്കും ഒരു തെളിവുകളുമില്ല. ഇനി അതുണ്ടാവുകയുമില്ല. കൃത്യസമയത്ത് ഞാൻ അയാളെ കണ്ടില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു പാർവതി? വേണ്ട, ഇനി അതൊന്നും ചിന്തിക്കണ്ട. ഏതായാലും രക്ഷപ്പെട്ട് ഓടി അവനെ ഞാൻ വെറുതെ വിടില്ല. അവനൊരു വാടക കൊലയാളിയാ, അതുറപ്പാ. പാർവതിയെ കൊല്ലാൻ വേണ്ടി അവൻ അയച്ചത് ആരാ? പാർവതിയുടെ ശത്രു. അത് പാർവതിയുടെ ശത്രുവായിരിക്കോ അതോ എന്റെ ശത്രുവാണോ? പാർവതിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ച എനിക്കത് വിഷമാവുമെന്ന് കരുതിയിട്ടാണോ ഇങ്ങനൊരു അറ്റംപ്റ്റ് നടത്തിയത്? എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ശത്രു ആരാണെന്ന് കണ്ടെത്തിയേ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.